ഇതൊരു കുട്ടി ഈവനിങ് വ്ളോഗാണ്. ഇന്ന് സാറ്റർഡേ ഈവനിങ്. ഞാനിപ്പോൾ കുറച്ച് സാധനമൊക്കെ വാങ്ങണം. ഈ സ്ഥിരമായിട്ട് ഇത് പറയുന്നുണ്ട്, എന്നാലും നമുക്ക് വീടാകുമ്പോൾ എന്തെങ്കിലുമൊക്കെ വാങ്ങണമല്ലോ. വെളിച്ചെണ്ണ തീർന്നു, അപ്പോൾ അത് വാങ്ങണം. പിന്നെ മീക്കും പാറിനും കുറച്ച് ദിവസമായിട്ട് പറയുക കല്ലൂൻ്റെ അങ്ങ് പോയി കളിക്കണമെന്ന്. അവർക്ക് എക്സാം നടന്നുകൊണ്ടിരിക്കുകയാണ്. പാറിനില്ല, മീക്ക് മാത്രം. അപ്പോൾ എന്തായാലും ഇന്ന് അവിടെ കൊണ്ടാക്കാമെന്ന് വിചാരിച്ചു. കുറച്ച് നേരം കളിക്കേട്ടെന്ന്. സമയം 6 മണിയൊക്കെ ആയി. അപ്പോൾ എന്തായാലും അവിടെ കൊണ്ടാക്കിയിട്ട് പുള്ളിയെ കിട്ടിയിട്ടുണ്ട്. സ്മേര ജോലി കിട്ടിക്കഴിഞ്ഞ് ഇതുവരെ കണ്ടിട്ടില്ല. ഞാനിങ്ങോട്ട് വരുമായിരുന്നേ. അപ്പോൾ ആൾക്ക് തമ്മനം വരെ പോകണമെന്നെങ്കിൽ ഞങ്ങൾ രണ്ടുപേരും കൂടെ കാര്യം പറഞ്ഞ് നടന്നു വന്ന് വെച്ച്. ഹലോ, താമസിച്ചു പോയി വരാനായിട്ട്. വിഷയങ്ങൾ പറ, നാണം വരുന്നു. ഇതിടരുത്. ഏത് ഇത്? എന്തുവാ? കമ്മല്. കുടു കുടു കുടു. ഉത്സവത്തിന് പോയപ്പം കൊണ്ടുവന്നേണോ? പൈസ വാങ്ങിയതാണ് ഉത്സവപ്പറമ്പിൽ നിന്ന്. ഞങ്ങൾ നടന്നുകൊണ്ടിരിക്കുക കേട്ടോ. ഇനി ഞങ്ങൾ കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് ബാക്കി പിന്നെ ആദ്യം ആ കമ്മലിനെ പറ്റിയെന്ന് പറയട്ടെ. സ്മേര കഴിഞ്ഞ മാസം നാട്ടിൽ ഉത്സവത്തിന് പോയപ്പോൾ എനിക്ക് വേണ്ടിയിട്ട് വാങ്ങിച്ച കമ്മല. പക്ഷെ അത് വെച്ച സ്ഥലം മറന്നുപോയി. അത് കണ്ടു കിട്ടിയപ്പോൾ കൊണ്ടു തന്നതാണ്. നമ്മൾ നടന്ന് തമ്മനത്തെത്തി. ഇതാണ് റോഡ്. നോക്കുന്നുണ്ടോ? ഞാൻ റോഡ് ക്രോസ് ചെയ്യാം. ഫോൺ ഓഫ് ചെയ്തിട്ട് റോഡ് ക്രോസ് ചെയ്യാം. ഇന്നിപ്പോൾ വന്നിട്ടുള്ളത് തമ്മനത്തുള്ള ലൈഫ് സ്റ്റൈൽ എന്ന് പറഞ്ഞൊരു പാർലറിലാണ്. ആൾക്ക് ത്രെഡ് ചെയ്യണം. അപ്പോൾ ഇവിടെ പോസ്റ്റ് ആണെന്ന് കരുതി ഇങ്ങനെ ഫോൺ നോക്കിയിരുന്നപ്പോഴാണ് എൻ്റെ മുന്നിലൊരു വനിത പ്രത്യക്ഷപ്പെട്ടത്. പണ്ടൊക്കെ ഇതെന്ത് പ്രീഷ്യസ് ആയിരുന്നു. ഇപ്പോൾ എല്ലാവർക്കും ഫോൺ മതിയല്ലേ. ഒരു 5 വർഷം മുമ്പേ വരെ ഫോൺ കുത്തിയിരുന്ന് സമയം കളയുന്നെന്ന് പറഞ്ഞ് എന്നെ വഴക്ക് പറഞ്ഞാൽ എൻ്റെ അമ്മ സഹിതം ഇപ്പോൾ ഫോണിനകത്താണ് ഫുൾ ടൈം. പിന്നെ പറയണ്ടല്ലോ കാര്യം. നിങ്ങൾ ശ്രദ്ധിച്ചിരുന്നോന്ന് അറിയത്തില്ല, ഈ വീഡിയോയുടെ തുടക്കത്തിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്ക് വെളിച്ചെണ്ണ വാങ്ങാനും അത്യാവശ്യ സാധനം വാങ്ങാനും പുറത്തു പോകണമെന്ന്. പക്ഷേ ആ കാര്യം സ്മേരെ കണ്ടപ്പോൾ ഞാനങ്ങ് വിട്ടുപോയി. ഇതെല്ലാം കഴിഞ്ഞ് ഇപ്പം നേരെ വീട്ടിൽ വന്നിരിക്കുക. സമയം രാത്രി 8:30 ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ പെൻഡിങ് ആയ എൻ്റെ കാര്യങ്ങളൊക്കെ നാളത്തേക്ക് മാറ്റി വെച്ചിട്ട് നമുക്ക് ഭക്ഷണം കഴിക്കാമെന്ന് കരുതി. അങ്ങനെ ഇരുന്നപ്പോഴാണ് പുറത്തുനിന്ന് വാങ്ങാം, എന്തായാലും സാറ്റർഡേ ഈവനിങ് അല്ലേ. ഇവിടെ കുറച്ച് ദിവസമായിട്ട് ഒരാൾക്ക് പരീക്ഷ ആയതുകൊണ്ട് ഞാനും മിയയൊക്കെ പഠിത്തം. ഈ ഇഷ്ടമുള്ള ഭക്ഷണം കഴിക്കുമ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും നല്ല റിലാക്സേഷൻ തോന്നാറുണ്ടോ? എനിക്കങ്ങനെ തോന്നാറുണ്ട്, മിയയ്ക്കും അങ്ങനെ തോന്നാറുണ്ട്. അതുകൊണ്ട് നമ്മൾ വിചാരിച്ചു ഇന്ന് പെരി വാങ്ങാമെന്ന്. അൽഫാം പള്ളിപ്പടിയിലുള്ള ഒരു കടയെപ്പറ്റി ഞാൻ നേരത്തെ വ്ളോഗിലൊക്കെ പറഞ്ഞിട്ടുണ്ട്. സൂപ്പർ ടേസ്റ്റാണ്. എനിക്കിത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഈ പെരി കഴിച്ചാൽ നല്ല എരിവാണ്, എന്നാലും സാരമില്ല. ആ പെരി കഴിക്കുമ്പോൾ ഉള്ളൊരു ടേസ്റ്റ് ഉണ്ടല്ലോ, ആ സ്വാദ് പറയാൻ പറ്റത്തില്ല. നമ്മൾ 4 പേരും വീട്ടിൽ ഒരുമിച്ചുള്ളപ്പം ഞങ്ങൾ ഹാളിൽ വന്ന് തറയിലിരുന്നാണ് ഫുഡ് കഴിക്കുന്നത്. എൻ്റെ വീട്ടിലോ ഏട്ടായുടെ വീട്ടിലോ ഒന്നും അങ്ങനെയല്ല കേട്ടോ. അവിടെ പണ്ട് തൊട്ട് നമ്മൾ ഈ ഡൈനിങ് ടേബിളിൽ ഇരുന്നുള്ള കഴിപ്പാണ്. പക്ഷേ ഇവിടെ എന്തുകൊണ്ടോ നമുക്ക് ഇങ്ങനെ ഇരുന്ന് കഴിക്കാനാണ് ഇഷ്ടം. ഇന്നലെ മാറ്റി വെച്ച കടയിൽ പോക്ക് ഇന്ന് പോയില്ലെങ്കിൽ നാളെ എനിക്ക് കറി വയ്ക്കാൻ ഒരു തുള്ളി വെളിച്ചെണ്ണയില്ല. എന്താണോ ഇപ്പം ഞാൻ അറ്റം പറ്റാൻ കാത്തിരിക്കാറുണ്ട്. അതിൻ്റെ പേര് സ്ഥിരമായിട്ട് വഴക്ക് കേൾക്കാറുമുണ്ട്. നമുക്ക് പാലരവട്ടം വരെ പോകേണ്ട ഒരു ആവശ്യമുള്ളതുകൊണ്ട് അവിടെയുള്ള ജയ ബേക്കേഴ്സിൽ കയറി ഒരുപാട് വ്ളോഗർമാർ ഒരുപാട് വീഡിയോസ് ചെയ്തുകൊണ്ട് ഞാൻ അധികം ഒന്നും പറയുന്നില്ല. എന്തായാലും ഇവിടുത്തെ ഉഴുന്നുവട ഞാൻ ഇതുവരെ കഴിച്ചതിൽ ഏറ്റവും ബെസ്റ്റ് സാധനമായിട്ട് എനിക്ക് തോന്നി കേട്ടോ. ഇത് ഏട്ടായ്ക്ക് വേണ്ടി വാങ്ങിച്ചതാണ്, പക്ഷേ കഴിച്ചത് മൊത്തം ഞാനാണ്. അത് കഴിച്ച് മതി വരാതാണ് ഇവിടുത്തെ സ്വീറ്റ് പൊറോട്ട ഓർഡർ ചെയ്തത്. ഇത് ഒരുപാട് തവണ കഴിച്ചിട്ടുമുണ്ട്, അതിൻ്റെ സ്വാദ് അറിഞ്ഞിട്ടുമുണ്ട്. അതുകൊണ്ടാണ് ഇപ്പം ചെന്നപ്പോൾ ചൂടോടെ കഴിച്ചത്. ഇത് കഴിഞ്ഞ് കുട്ടികൾക്കുള്ള പാഴ്സലും വാങ്ങിച്ച് നമ്മൾ നേരെ പോകുന്നത് പോത്തീസിലേക്കാണ്. എനിക്ക് അടുക്കളയിലേക്ക് കുറച്ച് അത്യാവശ്യ സാധനം വാങ്ങണമെന്ന് ഞാൻ പറഞ്ഞല്ലോ. ഈ കടയിൽ ഓരോരോ ഐറ്റങ്ങൾ ഓരോരോ സമയത്താണ് വരുന്നത്. വന്ന് ഒരു മണിക്കൂറിനുള്ളിൽ ഇത് തീരുകയും ചെയ്യും. അതുകൊണ്ട് അവർ പറയുന്ന സമയത്ത് വന്നാൽ നമുക്ക് അത്യാവശ്യം കിട്ടും കേട്ടോ. അപ്പോൾ ഞങ്ങൾ വന്നപ്പോഴും നല്ല തിരക്കുണ്ടായിരുന്നു. ഇത് കഴിഞ്ഞ് നമ്മൾ നേരെ പോത്തീസിലേക്ക് പോവുകയാണ്. ഇന്നെന്തോ സൺഡേ ആയതുകൊണ്ടാകണം വലിയ തിരക്കില്ല. അങ്ങനെ ഇവിടെ എത്തി നമ്മൾ ബൈക്കൊക്കെ പാർക്ക് ചെയ്ത് ഇനി ഇതിനകത്തേക്ക് കയറുകയാണ്. ഇതിനകത്ത് കയറിയാൽ പിന്നെ വീഡിയോ എടുക്കലൊന്നും നടക്കത്തില്ല. ഞാനെപ്പോഴും ഈ ഒരു ബിൽഡിങ് കാണുമ്പം ചിന്തിക്കുന്നത് എത്ര രൂപയായി കാണും ഇത് പണിയാനെന്ന്. ഈ മിഡിൽ ക്ലാസ് ഫാമിലിയുടെ പ്രത്യേകതയായിരിക്കും ചിലപ്പോൾ അത്. അങ്ങനെ സാധനങ്ങൾ വാങ്ങി ഇത് ബില്ലിംഗ് സെക്ഷനായിട്ടോ. പ്രതീക്ഷിക്കാതെ ഒരു അടിപൊളി മഴ. എടുക്കാൻ പറ്റുമല്ല. ഞങ്ങൾക്ക് പിടിക്കണം എന്തേലും. കയറട്ടെ? ഓക്കെ. ഇന്നലെ പറ്റാത്തതെല്ലാം ഇന്ന് വാങ്ങിച്ചിട്ടുണ്ട്. ഇവിടെ ഇരുട്ട് ലൈറ്റൊന്നും ഇല്ല കേട്ടോ.
തമസോമ ജ്യോതിർഗമയ. മഴ കാണണം, നല്ല മഴ, ഭയങ്കര മഴ. ഇതോടുകൂടി വീക്കെൻഡ് വ്ലോഗ് തീർന്ന്. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.